എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. മഹാറാണി ഗ്രൂപ്പ്. തൃക്കേക്കുത്ത് പാലത്തിന് സമീപം നിലമ്പൂർ നഗരവികസനത്തിന്റെ ഭാഗമായുള്ള വേസ്റ്റ് തള്ളി അധികൃതർ. പ്രതിഷേധവുമായി നഗരസഭാ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് രംഗത്തെത്തി. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഇരുചക്ര വാഹന യാത്രക്കാർ ചെളിയിൽ തെന്നി വീണു. നിലമ്പൂർ നഗരവികസനത്തിന്റെ ഭാഗമായി KNC റോഡിൽ നിന്നും നീക്കം ചെയ്ത സ്ലാബുകളും കല്ലുകളും ഉൾപ്പെടെ വലിയ തോതിലാണ് തൃക്കേക്കുത്ത് പാലത്തിലേക്ക് പോകുന്ന റോഡിൽ ഇന്നലെ രാത്രി കൊളക്കണ്ടം ഡിവിഷൻ കൗൺസിലറുടെ നേതൃത്വത്തിൽ തള്ളിയതെന്ന് നിലമ്പൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് ആരോപിച്ചു. തകർന്ന് ഗർത്തങ്ങൾ നിറഞ്ഞ നിലയിൽ കിടക്കുന്ന റോഡിലേക്ക് വ്യാപകമായി വേസ്റ്റുകൾ കൂടി തള്ളിയതോടെ ഇരുചക്ര വാഹനങ്ങൾക്ക് പോലും കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. റോഡിലേക്ക് വ്യാപകമായി മണ്ണും കല്ലും സ്ലാബുകളും ഉൾപ്പെടെ തള്ളിയതോടെ ചളിക്കുളമായി മാറിയിരിക്കുകയാണ് റോഡ്. നാട്ടുകാരുടെ ചെലവിൽ റോഡിൽ വേസ്റ്റ് നിരത്തി ഗർത്തങ്ങൾ അടയ്ക്കാനാണ് ഡിവിഷൻ കൗൺസിലർ നിർദ്ദേശം നൽകിയതെന്ന് പ്രദേശവാസികളും പ്രതിപക്ഷ നേതാവും പറഞ്ഞു. പാലത്തിന്റെ റോഡ് ഈ കോലത്തിൽ കിടന്ന എന്ത് ചെയ്യണം ഞങ്ങള്? ഇന്നലെ രാത്രി 11 മണിക്ക് പിന്നെ ഈ 33 കൗൺസിലർ സജി അടക്കം ഇവിടെ കുറെ കോറി വേസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. കോറി വേസ്റ്റ് അല്ല, റോഡ് പൊളിച്ചതിന്റെ വേസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സംഭവം ഞങ്ങൾക്ക് ഇവിടെ വേണ്ട. ഇത് മാറ്റി ഞങ്ങൾക്ക് വേറെ റോഡ് നന്നാക്കി തരാമെന്നുണ്ടെങ്കിൽ മാത്രം മതി. അപകടങ്ങളാണെങ്കിൽ കൂടിക്കൊണ്ടിരിക്കുക. എത്ര അപകടങ്ങൾ ഇന്ന് രാവിലെ തന്നെ സംഭവിച്ചെന്നറിയോ? 2-3 വരെ 5-6 പേര് വീണ് അവരെല്ലാം കഴുകി കുളിപ്പിച്ച് പിന്നെ എനിക്കാണെങ്കിൽ ഒരു മരിച്ചെടുത്ത് പോകേണ്ട ഒരു വ്യക്തി ഇതുവരെ എനിക്ക് പോകാനും സാധിച്ചില്ല. നഗരസഭാ ഫണ്ടിൽ നിന്ന് നന്നാക്കേണ്ട റോഡാണ് വേസ്റ്റ് തള്ളി ഗർത്തങ്ങൾ അടയ്ക്കാൻ ശ്രമിക്കുന്നത്. റോഡിൽ തള്ളിയ മണ്ണ് ഉൾപ്പെടെയുള്ള വേസ്റ്റ് അടിയന്തരമായി നീക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഈ വണ്ടൂർ പഞ്ചായത്തുമായി ബന്ധിപ്പിക്കുന്ന ഈ പറയുന്ന റോഡ് മാസങ്ങളായിട്ട് ആളുകൾക്ക് നടക്കാൻ പോലും കഴിയാത്ത, വാഹനങ്ങൾ പിന്നെയല്ലേ, നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ഇത് ഇന്നലെ രാത്രി വരെ ഈ ചേച്ചിയോടെ പറഞ്ഞതുപോലെ ഇന്നലെ രാത്രി വരെ ഇതിനകത്ത് ഈ പാറക്കഷ്ണങ്ങളോ അല്ലെങ്കിൽ സ്ലാബുകളോ ഒന്നുമില്ല. ആളുകൾക്ക് ചെളിയാണെങ്കിലും ഇത് ചെളിയിലൂടെ നീന്തിയിട്ടാണെങ്കിലും നടന്നു പോകാൻ പറ്റിയിരുന്നു. ഇന്നലെ രാത്രി 11 മണിക്ക് വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ ഈ നിലമ്പൂർ ടൗൺ നവീകരണത്തിന്റെ ഭാഗമായി പൊളിച്ചെടുത്തിട്ടുള്ള സ്ലാബുകളും വലിയ ഇതാ കണ്ടോ, അങ്ങോട്ട് നോക്കൂ, വലിയ കഷ്ണങ്ങളും ഇവിടെ കൊണ്ടിട്ടിരിക്കുക. പുലർച്ചെ റബ്ബർ വെട്ടാൻ പോകുന്ന ആളുകളും ജോലിക്ക് പോകുന്ന ആളുകളും ഇതറിയാതെ ഇവിടെ വന്ന് ഈ ചെളിയിൽ വീണു എന്നാണ് ഇവിടുത്തെ അയൽവാസികൾ പറയുന്നത്. വന്തൊരു മോശമാണിത്. റോഡ് നന്നാക്കാൻ നഗരസഭയുടെ കയ്യിൽ പണമില്ലെങ്കിൽ നാട്ടുകാരോട് പറയണ്ടേ? ഇവിടെ ഈ ഒരു കോറി വേസ്റ്റ് ഇട്ടിട്ട് ആളുകൾ കൊണ്ടുവന്ന് JCB വെച്ച് നിരത്താവുന്ന കേസല്ലേ ഇത്? ഇത് ആളുകളെ പറ്റിക്കുന്നതിന് വേണ്ടി. എന്നിട്ട് കൗൺസിലർ പറഞ്ഞിരിക്കുകയാണ് അത്രേ നാട്ടുകാർ പിരിവെടുത്തത് നിരത്തണം എന്നാണ് പറയുന്നത്. പിന്നെ എന്തിനാ ഇവിടെ നഗരസഭാ കൗൺസിലർ ഡെയ്സി ചാക്കോ, മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ്, PT ചെറിയാൻ, യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് സൈഫു ഏനാന്തി എന്നിവർ നേതൃത്വം നൽകി. നിലമ്പൂരിൽ നിന്നും വണ്ടൂരിലേക്കുള്ള എളുപ്പവഴി കൂടിയായതിനാൽ 100 കണക്കിന് പേർ യാത്ര ചെയ്യുന്ന റോഡിലാണ് വേസ്റ്റ് തള്ളി അധികൃതർ യാത്രക്കാർക്ക് ദുരിതം സമ്മാനിച്ചിട്ടുള്ളത്. എ+ വിഷൻ, നിലമ്പൂർ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര.